ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് അടിപൊളിയൊരു ചിക്കൻ ബർഗർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇല്ല, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു കോഴിമുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുമ്പോൾ നമ്മൾ ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഇതുണ്ടല്ലോ, അത് നമുക്ക് അങ്ങനെ ബോളുകളാക്കിയിട്ട് ഇവിടെ ഈ ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഒരു ചട്ടകോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് വെച്ചിട്ടൊന്ന് അമർത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊരു കെച്ചപ്പും അതുപോലെ മയോണൈസും കൂടിയിട്ട് ഒരു സോസ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് അരച്ചെടുത്ത കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റാം. നമ്മുടെ ബണ്ണുകളൊക്കെ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മയോണൈസും കെച്ചപ്പും ഉണ്ടല്ലോ, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനും ഈ ഒരു ചീസുണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതവിടെ ലെറ്റ്യൂസിൻ്റെ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഞാനിത് തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ ബർഗറിൻ്റെ റെസിപ്പി. ഇഷ്ടപ്പെട്ട മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.